നമ്മളെ വിളിക്കുന്നത് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി കേസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ വിളിക്കാറുള്ളതാണ്. അപ്പോൾ സ്റ്റേഷനാണ് വിളിച്ചത്. കുറച്ച് നമ്മളെ ഇവിടുന്ന് വിളിച്ചപ്പോൾ തന്നെ സ്റ്റേഷൻ പറഞ്ഞായിരുന്നു ഒരാൾ വിഷം അടിച്ച് റോഡിൽ കിടപ്പുണ്ട്, അപ്പോൾ വേഗം വരാൻ പറഞ്ഞ് വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചൊരു 15 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിയായിരുന്നു. ചെന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ കയറി പോണ ഒരു വീടിൻ്റെ സൈഡിൽ റോഡിൽ കിടന്ന് ഇങ്ങനെ ഉരുളുമായിരുന്നു. മണ്ണിൽ കിടന്ന് ഉരുളുമായിരുന്നു. ആ മണ്ണിട്ട് വഴി കിടന്ന് ഉരുളുമായിരുന്നു. അപ്പോൾ പുള്ളി അവിടെ കിടന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ ചതിച്ചാണ്, എന്നെ കൊണ്ട് ഇവള് കുടിപ്പിച്ചാന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീ ആ മതിലിൻ്റെ മേളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ മതിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഭയങ്കര ഭയങ്കര രോഷകുലമായിട്ടാണ് സംസാരിച്ചത്. നിങ്ങൾ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോ, ഇവിടെ വന്ന് നിൽക്കണതാ, ഒത്തിരി നേരമായി, ഇവിടുന്ന് പോണില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത്. അന്നേരം പുള്ളി പറയുന്നുണ്ട്, അവളെന്നെ കണ്ട് വിഷം കുടിപ്പിച്ചതാണ്, എൻ്റെ ഫോൺ എടുത്ത് ആ പറമ്പിലേക്ക് എറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഒരുപാട് നേരം നിന്നില്ല, ഒരു 2-3 മിനിറ്റ് നിന്നില്ല. അതിന് നമ്മൾ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സാർമാരെല്ലാം കൂടി സ്ട്രക്ചറിലെ ആളെ കിടത്തി വണ്ടി കയറ്റി. അപ്പം തന്നെ എസ് ഐ സാറ് പറഞ്ഞ പോലെ നേരെ കോതമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു വയറൊന്ന് കഴുകി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വയറ് കഴുകി കഴിഞ്ഞപ്പോൾ വായിന്ന് നമ്മുടെ പച്ച നിറത്തിലുള്ള ദ്രാവകം വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേഗം തന്നെ കളമശ്ശേരിക്ക് റെഫർ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളിയുടെ സഹോദരൻ വന്നിട്ടുണ്ടായിരുന്നു, ആസിഡ് വന്നിട്ടുണ്ടായിരുന്നു. കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞായിരുന്നു നേരെ അങ്ങോട്ട് പോരെ, ആളെ അങ്ങോട്ട് കൊണ്ടുവരുന്നു പറഞ്ഞായിരുന്നു. ആ പ്രകാരം പുള്ളിയോടെ വന്നായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കളമശ്ശേരിക്ക് വേഗം മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, കളമശ്ശേരിക്ക് മാറേണ്ട, റെഫറൻസ് നമുക്ക് രാജേരിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ രാജേരിക്ക് റെഫർ ചെയ്തു. അപ്പോൾ പുള്ളി ഛർദ്ദിച്ച സാധനം ഒരു പഞ്ഞിയിൽ മുക്കിയെടുത്തിട്ട് കവർ ചെയ്ത് നേരെ രാജേരിക്ക് പോകുമ്പോൾ അതും കൂടെ കൊണ്ടായിരുന്നു. അവർക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് അറിയാൻ കഴിയുന്ന കരുതി കൊണ്ടുപോയതാണ്. കൊണ്ടുവന്ന് കഴിയും പുള്ളിയുടെ സഹോദരൻ വണ്ടിക്കകത്തുണ്ടായിരുന്നു. പുള്ളിയോടും പറയണത് എന്നെ ചതിച്ചാന്ന് പറയുന്നുണ്ട്, അവളെന്നെ ചതിച്ചാന്ന് പറയുന്നുണ്ട്. വണ്ടിക്കകത്ത് ഭയങ്കര കരച്ചിലും വയറിലൊക്കെ ഭയങ്കര എരിച്ചിലും. ഓക്സിജൻ കൊടുത്താൽ കൊണ്ടായത് ഭയങ്കര വയറിൻ്റെ മേലെ എരിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വണ്ടിയിൽ ഭയങ്കര വയലൻ്റ് ആയിരുന്നു. വണ്ടി സീറ്റ് കിടക്കില്ല, മറ്റേ സ്ട്രെച്ചറിൻ്റെ വള്ളിയൊക്കെ വലിച്ച് പൊട്ടിച്ച് ഭയങ്കര ബഹളമായിരുന്നു. വണ്ടി കിടന്ന് ഭയങ്കര ബഹളവും, ആളെ പിടിച്ച് കിടത്തി ഭയങ്കര എന്താണ്, വണ്ടി കിടന്നിട്ട് തന്നെ സ്ട്രെച്ചറിൽ താഴെ വീണ് ഉരുളുമായിരുന്നു. അങ്ങോട്ടും ഉരുണ്ട് ഭയങ്കര വിഷയമായിരുന്നു. ഒരു 20-23 മിനിറ്റ് കൊണ്ട് രാജഗിരി എത്തിച്ചു. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു ഉള്ളിലെ ചെന്ന് നോക്കട്ടെ, ഞങ്ങളിത് ടെസ്റ്റ് ചെയ്ത് അയക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു 1 അവറിനുള്ളിൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഏകദേശം ഒരു മണിക്കൂർ അവിടെ നിന്നു. 1 മണിക്കൂർ ശേഷം ഞാൻ തിരിച്ച് പോന്നു. അവർ സെലക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഞാൻ പോന്നു അവിടെ നിന്ന്. ആരുമില്ലായിരുന്നു, പോലീസ് മാത്രം, രണ്ട് പോലീസ് ജീപ്പ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ, വേറെ ആരും ഇല്ലായിരുന്നു. പിന്നെ ആ സ്ത്രീ ആ മുറ്റത്ത് ഇപ്പുണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ കാർ കയറുന്ന വഴിക്കേ തന്നെ ഒരു കാർ കിടപ്പുണ്ടായിരുന്നു, പജീറ എന്ന് തോന്നുന്നു, ഒരു കാർ, ഒരു ബ്ലാക്ക് കാർ അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് മാത്രമേ കണ്ടുള്ളൂ. ഒന്നും പറഞ്ഞില്ല. സാറേ നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ എടുത്തുകൊണ്ട് പോകുക, ഇവിടെ കുറേ നേരം നിൽക്കണേ, നിങ്ങൾ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകുക, നിങ്ങൾ വേണമെങ്കിൽ ആശുപത്രി കൊണ്ടുപോകുക, നിങ്ങൾ എന്ന് പറഞ്ഞ് പോലീസുകാരുടെ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു. പുലർച്ചെ 4:30 ആ സമയത്ത് ചൂടാവുന്നുണ്ടായിരുന്നു. അവർ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിച്ചത്. നിങ്ങൾ വേണമെങ്കിൽ ആശുപത്രി കൊണ്ടുപോകുന്ന രീതിക്കാണ് അവർ സംസാരിച്ചത്. പറയുന്നുണ്ട്. ആ റോട്ടിൽ കിടന്ന് ഇങ്ങനെ ഉരുളുമ്പോഴും പുള്ളി പറയുന്നുണ്ട്, എന്നെ വിളിച്ച് ചതിച്ച എന്നെ കൊണ്ട് ഇവിടെ കുടിപ്പിച്ചാന്ന് പറയുന്നുണ്ട്, വിഷം കുടിപ്പിച്ചാന്ന് പറയുന്നുണ്ട്, പുള്ളി പറയുന്നുണ്ട്. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോകും, എന്നെ രക്ഷിക്ക്, വേഗം എന്നെ ആശുപത്രി കൊണ്ടുപോകുന്ന പുള്ളി പറയുന്നുണ്ട്. എൻ്റെ ഫോൺ എറിഞ്ഞോളൂ, ഞാൻ ഫോൺ എടുത്ത് നോക്കും സാറേ, അങ്ങനൊക്കെ പോലീസുകാരോട് പറയുന്നുണ്ട്.